Good afternoon, all. We're just waiting for a few more people to join in. Kindly give us another 5 minutes time. And this session will be handled by Mr. Guru. And the session will be in Malayalam. Thank you. Hello. Is it better now? Hello, good evening. Good evening, dear sir. Good evening, everyone. We'll start the നമുക്ക് നമുക്ക് ഒരു 5 മിനിറ്റിൽ മീറ്റിംഗ് തുടങ്ങാം കേട്ടോ. ഇപ്പോഴും ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാം.
So, good evening, all. I hope I'm audible. So, we are going to start the session now. On behalf of Enrich Money, I would like to welcome you all. Our trainer for the day is Mr. Gopal. He's been a product trainer for the last 3 years, and he is well versed in stock market. And his expertise lies in bringing basics of options understanding, and he is also an advanced options trainer. Now, for this class, I will hand it over to Mr. Gopal, who will take it forward from here. Mr. Gopal, over to you. Yes, sir. Hi, sir. Thank you. Thank you for the introduction. So, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഗോവിന്ദൻ ആണ്. വീട് പാലക്കാടാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ട്രേഡിംഗ് ഫീൽഡിലും അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഫീൽഡിലുണ്ട്. ഇപ്പോൾ എൻറിച്ചിൽ വർക്ക് ചെയ്യുന്നു. എൻറിച്ചിൽ പ്രൊഡക്റ്റ് ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വെബിനാറിൽ ഞാൻ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. 3 ട്രേഡിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുത്തു തരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ തന്നെയാണ് നമ്മളുടെ എൻറിച്ചിൻ്റെ തന്നെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ഓർക്ക ആപ്ലിക്കേഷൻ ആണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എൻറിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ 2 ടൂൾസ്, ഒന്ന് ഇൻസ്റ്റ ഓപ്ഷൻസ് ആണ്, രണ്ടാമത് ക്വാണ്ട്മാൻ ആണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് വരാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നമ്മളുടെ എൻറിച്ച് മണി ഓർക്ക എന്നുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രോ തരുന്നത്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് ലോഗിനിൽ പോയാൽ നിങ്ങൾക്ക് നമ്മളുടെ ഓർക്ക ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റ ഓപ്ഷൻ ആൻഡ് ക്വാണ്ട്മാൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓർക്ക തന്നെയാണ് ഇവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ എൻറിച്ച് മണി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓർക്ക. ഇതിൽ ബേസിക്കലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ ട്രേഡിംഗ് ആപ്ലിക്കേഷനിലുള്ള പോലെ തന്നെ വാച്ച് ലിസ്റ്റ് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ യൂസർ ഡീറ്റെയിൽസ്, കുറച്ച് സ്റ്റോക്സ്, ഇൻഡെക്സസ് ഒക്കെ കാണുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് തരുന്ന 2-3 കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ത്രൂ ഔട്ട് കൊണ്ടുപോകാം. അതിലിപ്പോൾ നിങ്ങളെല്ലാവരും ഓപ്ഷൻ ട്രേഡേഴ്സ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിക്കലായിട്ട് വേണ്ടത് ഓപ്ഷൻ ചെയിനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത്. നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ വിൻഡോയിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വരുന്ന 3 വീക്ക്ലി എക്സ്പയറി, അതിൻ്റെ കൂടെ തന്നെ എല്ലാ മന്ത്ലി എക്സ്പയറി നിങ്ങൾക്ക് കാണുന്ന പോലെയാണ് നമ്മൾ ഓർക്ക ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇൻഹൗസ് ആപ്ലിക്കേഷനാണ്. നമ്മൾ എടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഫീഡ്സ് എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്, തേർഡ് പാർട്ടി ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന LTP ചേഞ്ചും ഓപ്പൺ ഇൻട്രസ്റ്റും എല്ലാം ലൈവ് ആയിരിക്കും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ വീക്ക്ലി എക്സ്പയറീസും മന്ത്ലി എക്സ്പയറീസും കാണാം. അതിൻ്റെ കൂടെ തന്നെ ഓപ്ഷൻ ചെയ്യുന്നത് തന്നെ ബൈയും സെല്ലും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാക്സിമം സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ഗ്രിഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബേസിക്കലി ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ പ്രീമിയം പേ ചെയ്ത് കിട്ടുന്ന ഗ്രിഡാണ് നമ്മളിവിടെ എൻറിച്ച് മണി ഓർക്കയിൽ കൊടുത്തിട്ടുള്ളത്. ഒരേ സമയത്ത് തന്നെ 4 ചാർട്ട് അല്ലെങ്കിൽ 2 ചാർട്ട് 5 ചാർട്ട് ഇവിടെ ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്സിമം നിങ്ങൾക്ക് ഇത്രയും ഗ്രിഡ് ഒരേ സമയത്ത് കൊടുത്ത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ചാർട്ട്സ് വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ അഡീഷണലായി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഏതെങ്കിലും സ്ട്രൈക്ക് പ്രൈസസും വ്യൂ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഏതാണെന്ന് വെച്ചാൽ മാറ്റാൻ പറ്റും കേട്ടോ. റിമൂവ് ചെയ്യാനും പറ്റും, ഈ സ്ക്രിപ്റ്റ് മാറ്റാനും പറ്റും. ഈ ഒരു ഫീച്ചർ നമ്മൾ ട്രേഡേഴ്സ് കംപ്ലീറ്റ്ലി ഒരു ഓപ്ഷൻ ട്രേഡറിന് വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ചാർട്ടിൽ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാൻ നോർമൽ വ്യൂവിൽ കൊണ്ടുവരുന്നുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓൾമോസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ടാണ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തത്. ഞാൻ ജസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഫുൾ സൈസ് ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ ടൈം തന്നെ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്വിഫ്റ്റ്നെസ് കാണാം. ഇപ്പോൾ ഒരു ട്രേഡർ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഒരു ചാർട്ട് എത്രത്തോളം സ്പീഡ് വേണം, ആ സ്പീഡ് ആയാൽ എന്താ യൂസ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1-2 ഇൻഡിക്കേറ്റേഴ്സ് അല്ല,
നിങ്ങളിപ്പോൾ 3, 4, 5 അല്ലെങ്കിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് ഒരേ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻഡിക്കേറ്റർ വേണമെങ്കിലും ഒരേ സമയത്ത് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് 37+ ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡിങ് സൂപ്പർ ട്രെൻഡ്, അതുപോലെ തന്നെ നമ്മളെല്ലാം പിവറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ചാർട്ടാണിത്. അപ്പോൾ ഒരു ഓപ്ഷൻ ട്രേഡർക്ക് തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെന്ന് തന്നെ വെക്കുക. ഇതൊരു ഓപ്ഷൻ ട്രേഡിംഗ് ക്ലാസ് ആണ്, പക്ഷെ എന്നാലും നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളിന് നമുക്ക് ഐഡിയ എന്നുള്ള സ്റ്റോക്കിനെ തന്നെ എടുക്കാം. ഈ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡാറ്റ, അതുപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ ഡാറ്റ എല്ലാം നമ്മളിവിടെ സിംഗിൾ ആപ്ലിക്കേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ നോർമലി ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വരും. ഇപ്പൊ ട്രേഡിംഗ് വ്യൂവിൽ പോലെ തന്നെ ട്രേഡിംഗ് വ്യൂ, investing.com, മണി കൺട്രോൾ പോലെയുള്ള ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ആ സ്റ്റോക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മളതെല്ലാം ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള EMA, SMA, അതുപോലെ തന്നെ പിവറ്റ്സ് എല്ലാം നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വ്യൂ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഓപ്ഷൻ ചെയിന്, ഫ്യൂച്ചേഴ്സ്, പിന്നെ വരുന്നത് ഒരു ഇൻവെസ്റ്ററിന് വേണ്ടി കൊടുത്തൊരു ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, റേഷ്യോ അനാലിസിസ്, ബാലൻസ് ഷീറ്റ് എന്നിങ്ങനെ ആ കമ്പനിയെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സിംഗിൾ പ്ലാറ്റ്ഫോമിൽ സിംഗിൾ ക്ലിക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ആ കമ്പനിയിൽ വന്ന ഇൻവെസ്റ്റ്മെന്റ്സും, ആ കമ്പനിയുടെ ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ഇവന്റ്സ്, അതിൻ്റെ കൂടെ തന്നെ ആ കമ്പനിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണ്, നിങ്ങളിപ്പോൾ ഐഡിയ എന്ന് പറഞ്ഞ വോഡാഫോൺ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണോ അതെല്ലാം നമ്മൾ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓട്ടോ അലോക്കേഷൻ ആണ് ഇവിടെ ഫണ്ട്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10,000 റുപ്പീസ് ആണ് നിങ്ങളുടെ ക്യാപിറ്റൽ എങ്കിൽ ആ 10,000 റുപ്പീസ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ആയാലും ഫ്യൂച്ചർ ആയാലും ഇക്വിറ്റി ഡെലിവറി ആയാലും കമോഡിറ്റി ആയാലും കമോഡിറ്റിയുടെ ഓപ്ഷൻ ആയാലും എല്ലാത്തിനും സിംഗിൾ മാർജിൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ ക്ലിക്കിൽ ഓട്ടോമാറ്റിക് അലോക്കേഷൻ എന്നുള്ള ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് സെയിം ഫണ്ട് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 2 കളറിലുള്ള തീംസും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ യൂസർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ബാക്ക് ഓഫീസും കിട്ടും. നിങ്ങൾക്ക് ബാക്ക് ഓഫീസിന്റെ കൺസോൾ കിട്ടും. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ P&L കാണാനും എല്ലാം നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. സോറി, ഞാൻ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് പോയി. ഓപ്ഷൻ എന്നുള്ളൊരു സബ്ജക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ബ്രീഫ് തന്നേ ഉള്ളൂ, നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓർക്ക ആയിരുന്നു എൻ്റെ ആദ്യത്തെ സബ്ജക്റ്റ്. ഓൾമോസ്റ്റ് ഞാൻ ഓർക്ക കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ബ്രാക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ കവർ ഓർഡർ. നോർമലി ഇപ്പോൾ ബ്രോക്കേഴ്സ് ഒന്നും ബ്രാക്കറ്റ് ഓർഡർ ഓപ്ഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഏത് സ്ട്രൈക്ക് പ്രൈസ് വേണമെങ്കിലും ബ്രാക്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അതേ സമയത്ത് ടാർഗറ്റ് ഇടാനും സ്റ്റോപ്പ് ലോസ് ഇടാനുള്ള ഓപ്ഷനാണ് ബ്രാക്കറ്റ് ഓർഡർ തരുന്നത്. നമ്മൾ ഓർക്കയിൽ അത് തരുന്നുണ്ട്. ഒരു സ്ട്രൈക്ക് പ്രൈസ് ഒരു 100 രൂപയിൽ വാങ്ങി അതിനൊരു 20 രൂപ സ്റ്റോപ്പ് ലോസ്, 20 രൂപ ടാർഗറ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് 1 രൂപ എക്സ്ട്രാ പേ ചെയ്യാതെ സെയിം മാർജിനിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് മാത്രം ഇട്ടാൽ മതിയെങ്കിൽ കവർ ഓർഡറും പ്ലേസ് ചെയ്യാം. ബ്രാക്കറ്റ് ഓർഡറിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ ട്രേഡർക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീച്ചർ. ഞാൻ എന്തായാലും ഇതിൽ ഡിലേ വരുത്തുന്നില്ല. ഞാൻ നമ്മളുടെ അടുത്ത 2 ടൂൾസ് ആയ ഇൻസ്റ്റാ ഓപ്ഷൻസ് അല്ലെങ്കിൽ ക്വാണ്ട്മാനിലോട്ട് ഞാൻ കടക്കുന്നുണ്ട്. ഇൻസ്റ്റാ ഓപ്ഷൻ സിമ്പിൾ ആണ്, ഒറ്റ ക്ലിക്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പാസ്വേഡ്, അതായത് നിങ്ങൾ എൻറിച്ചിൽ യൂസ് ചെയ്യുന്ന അതേ പാസ്വേഡ് തന്നെയാണ് അടിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി അടിക്കേണ്ടുള്ളൂ. OTP പോവും മൊബൈലിലോട്ട്, പക്ഷേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഇയർ അടിച്ചാൽ ലോഗിൻ ആവും. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മൾ ഇൻ്റഗ്രേറ്റ് ഉള്ള ഒരു ടൂളിൻ്റെ ഡാഷ്ബോർഡ്. ഇൻസ്റ്റാ ഓപ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിൽ. അവർക്ക് 100% യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാ ഓപ്ഷൻ. ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഡാറ്റ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് OI സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ OI സ്റ്റാറ്റിക്സിലൂടെ നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് വഴി എങ്ങനെ ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കാം. ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഏത് ട്രേഡ് സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, അതിനെ എങ്ങനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ക്വാണ്ട്മാനിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇതിൽ ഗ്രീൻ കളറിൽ കാണുന്നത് കോൾ ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അതായത് എത്ര കോടി ജനങ്ങളാണ് അല്ലെങ്കിൽ എത്ര കോടി വോളിയം ആണ് കോൾ സെല് ചെയ്യുന്നത്, പുട്ട് സെല് ചെയ്യുന്നത് എന്ന്. ഇന്ന് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കോൾ ഓപ്ഷനിലും 3.23 crore ആണ്, പുട്ട് ഓപ്ഷനിലും 3.49 crore ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ബുള്ളിഷ് ആണ്. കണ്ടില്ലേ, മാർക്കറ്റ് ഇന്ന് ബുള്ളിഷ് ആണ്. നമ്മുടെ ഇൻസ്റ്റാ ഓപ്ഷനിലും പറയുന്നത് പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് കൂടുതൽ. കണ്ടില്ലേ, പുട്ട് ഓപ്ഷനിൽ എക്സ്ട്രാ ഒരു 20 lakh കൂടുതൽ സെല്ലേഴ്സ് ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് പോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പോൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാണ് ആൾക്കാർ. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? മാർക്കറ്റ് മുകളിലോട്ട് പോകുക എന്നുള്ളത് തന്നെയല്ലേ. അതാണ് നമ്മളുടെ ക്വാണ്ട്മാനിലെ ഓപ്ഷൻ ഡാറ്റയും നിങ്ങൾക്ക് പ്രഡിക്ഷൻ തന്നിട്ടുള്ളത്. പുട്ട് ഓപ്ഷന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരുന്നു കൂടുതൽ. പുട്ട് ഓപ്ഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി എടുത്താലും നിഫ്റ്റി എടുത്താലും മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഈ ഒരു ഫീച്ചറാണ് നമുക്ക് ക്വാണ്ട്മാൻ തരുന്നത്. നമുക്ക് ട്രെൻഡിങ് OA എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ താഴോട്ട് വന്നാൽ മാർക്കറ്റിന്റെ ചേഞ്ച് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓപ്പൺ ഇൻട്രസ്റ്റ് കാരണം മാർക്കറ്റ് ഏത് സൈഡിലോട്ടാണ് സ്വിങ് ചെയ്യുന്നത് എന്നുള്ള ഡാറ്റയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുക. ഞാനിവിടെ ഓൾ ഡാറ്റ കൊടുക്കാം. ഓൾമോസ്റ്റ് രാവിലെ തൊട്ടുള്ള ഡാറ്റ ഇവിടെ ലോഡായിട്ടുണ്ട്. ഈ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റിന്റെ ഡിഫറൻസ് ആണ് കാണാൻ പറ്റുക. ഓരോ 3 മിനിറ്റിലും ആണ് എക്സ്ചേഞ്ചിന്റെ സൈഡിൽ നിന്നും ഒരു ബ്രോക്കർക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡാറ്റ കിട്ടുന്നത്. അപ്പോൾ ഓരോ 3 മിനിറ്റിലും ആ ഓപ്പൺ ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ചും ആ ഓപ്പൺ ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ച് കാരണം മാർക്കറ്റിൽ വരുന്ന ഡയറക്ഷൻ ചേഞ്ചും ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ 12:45 ഇത് തന്നെ എടുക്കാം. ഓൾമോസ്റ്റ് മാർക്കറ്റ് 69,000, അതായത് 69,000 മുകളിലോട്ട്, അതായത് 69,000 കോൾ സൈഡിലോട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ സ്വിങ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്ഷൻ ചെയിൻ നോക്കി ഓപ്പൺ ഇൻട്രസ്റ്റ് ജഡ്ജ് ചെയ്യാൻ അറിയാം. പക്ഷേ അതിൽ ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നമ്മൾ നോർമലായിട്ട് വരുന്ന ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. നമ്മൾ ക്വാണ്ട്മാനിലൂടെ നിങ്ങൾക്ക് തരുന്നത് അതാണ്. ഓരോ 3 മിനിറ്റിലും എത്ര രൂപയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഡിഫറൻസ് വരുന്നത്. അങ്ങനെ ഡിഫറൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനും ആ ഡയറക്ഷനിലുള്ള ട്രേഡ്സ് എടുക്കാനും പറ്റും. ഈ ഒരു ഫീച്ചറാണ് നിങ്ങൾക്ക് ക്വാണ്ട്മാൻ തരുന്നത്. നിങ്ങൾ ക്വാണ്ട്മാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ, ക്വാണ്ട്മാൻ അല്ല, ഇൻസ്റ്റാ ഓപ്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് OI ഡാറ്റ വെച്ചിട്ട് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഓരോ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം 69,000 ആണ് ചേഞ്ച് വന്നത്. 3 മിനിറ്റ് കഴിഞ്ഞത് അത് 1 ലക്ഷം രൂപയുടെ ചേഞ്ച് ആയി, 1,98,000 ആയി. ഏകദേശം ഒറ്റയടിക്ക് 3 ലക്ഷം രൂപയുടെ ചേഞ്ച് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് നല്ലൊരു ചേഞ്ച്, അതായത് പുട്ട് സൈഡിൽ നിന്നും ബുള്ളിഷ് സൈഡിലേക്ക് നല്ലൊരു ചേഞ്ച്, 3 ലക്ഷം രൂപയുടെ ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ 2 ഡാറ്റയിൽ നിന്ന് കാണുന്നത്. 3 ലക്ഷം പേര് അഡീഷണൽ ആയിട്ട് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് ഡയറക്ഷൻ മാറിയ ഒരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇതിലൂടെ നമുക്ക് ട്രെൻഡ് ഫൈൻഡ് ചെയ്യാനും, ഒരിക്കൽ ട്രെൻഡ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് OI ഡാറ്റയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രാറ്റജീസ് ഉണ്ട്. ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് പോവാം. ഫൈൻഡ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ? ജസ്റ്റ് ഫൈൻഡ് സ്ട്രാറ്റജിയിൽ പോവുക. എന്നിട്ട് മാർക്കറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ന്യൂട്രൽ ആണോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് എന്താ നമ്മൾ കണ്ടെത്തിയത്? മാർക്കറ്റ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. ജസ്റ്റ് പോസിറ്റീവിൽ ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് സ്ട്രാറ്റജി കൊടുത്താൽ പോസിറ്റീവിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഏതൊക്കെ ഏതൊക്കെ ട്രേഡ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് എക്സിക്യൂട്ട് ബട്ടൺ മാത്രം നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്യാനുണ്ടാവുള്ളൂ. ആ എക്സിക്യൂട്ടർ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഓർഡർ പ്ലേസ് ആവും. നിങ്ങൾ വെറുതെ വന്ന് എക്സിക്യൂട്ട് പ്ലേസ് ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്, മാക്സിമം എത്ര ലോസ് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഏതാ ലെഗ് എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് ബുൾ പുട്ട് സ്പ്രെഡ് ആണ്.
അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ എടുക്കാനുള്ളതാണിത്. അതുപോലെ തന്നെ ബുൾ കോൾ സ്പ്രെഡ് ഉണ്ട് ഇതിൽ. എല്ലാം ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ബുൾ കോൾ സ്പ്രെഡ്. ഇതിലൊക്കെ നിങ്ങൾക്ക് മാക്സിമം എത്ര പ്രോഫിറ്റ് വരും, മാക്സിമം എത്ര ലോസ് വരും നമ്മൾ ഓൾറെഡി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടിട്ട് ഷുവറിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കമ്പൈൻഡ് പ്രീമിയം ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കുക. ഇവിടെ കമ്പൈൻഡ് പ്രീമിയം ചാർട്ടിൽ പോയാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന 2 പ്രീമിയവും ഒരു ചാർട്ടിലാക്കിയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെയാണ്? 17 ജാനുവരി 2024 47,900 പുട്ട് ഓപ്ഷനും 48,000 പുട്ട് ഓപ്ഷനും ഒരൊറ്റ ചാർട്ടാക്കി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് 54 എന്ന് കാണാം. ഈ 54 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ ബൈയും ഒരു ഓപ്ഷൻ സെല്ലും ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഡിഫറൻസ് ആണ് ഈ 54. സോ ഈ കമ്പൈൻഡ് പ്രീമിയം ചാർട്ട് വഴി നിങ്ങൾക്ക് ആ സ്റ്റോക്ക് അനലൈസ് ചെയ്യാനും പറ്റും. അതിന്റെ കൂടെ തന്നെ പേ ഓഫ് ചാർട്ട് നിങ്ങൾക്ക് അതിന്റെ തൊട്ടടുത്ത് കാണാൻ പറ്റും. മാർക്കറ്റ് ഏത് സ്പോട്ട് പ്രൈസിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് വരിക, ആ ഒരു ലോസ് വരിക എന്നും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പേ ഓഫ് ചാർട്ട്സ് വരുന്നത്. ഞാൻ കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോയാൽ ഡിഫറൻസ് ഉണ്ട്. അതിൽ എനിക്കിവിടെ ഇതാണ്ടല്ലേ, ഇതിൽ മാക്സിമം ഈ ബുൾ കോൾ സ്പ്രെഡിൽ മാക്സിമം പ്രോഫിറ്റ് വരുന്നത് 965 ആണ്, മാക്സിമം ലോസ് വരുന്നത് 534 ആണ്. അപ്പോൾ ഇതിൽ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓവറോൾ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ഇത് ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്കറിയണം ഇത് ഏത് സമയത്താണ് എനിക്ക് മാക്സിമം പ്രോഫിറ്റ് തരിക, അല്ലെങ്കിൽ ഏത് സമയത്താണ് മാക്സിമം ലോസ് തരികയാണെന്ന് എനിക്കറിയണം. അപ്പോൾ ഞാൻ ആദ്യം കമ്പൈൻഡ് പ്രീമിയം ചാർട്ടിൽ പോകുന്നു. കമ്പൈൻഡ് പ്രീമിയം ചാർട്ടിൽ ഞാൻ കണ്ടു മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് 38-ലാണ്. ഇതിപ്പോൾ മാർക്കറ്റ് റണ്ണിങ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് എക്സാമ്പിൾ തരാൻ പറ്റില്ല. നമ്മൾ അടുത്ത സെഷൻസ് എല്ലാം ലൈവ് മാർക്കറ്റിലാണ് തരുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ക്ലാസ് ആണ്. പേ ഓഫ് ചാർട്ട് എടുക്കുമ്പോൾ എനിക്ക് ഇത് കണ്ടില്ലേ, ഞാൻ മാർക്കറ്റ് ലൈവ് ഉള്ള സമയത്ത് എടുത്തതാണെങ്കിൽ ഓൾമോസ്റ്റ് 48,100 ബാങ്ക് നിഫ്റ്റി 48,100 സമയത്തായിരിക്കും എനിക്ക് മാക്സിമം പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവുക. ഈ ഒരു ഗ്രീൻ ലൈനാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമല്ല അത് അനലൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഇൻസ്റ്റാ ഓപ്ഷൻസിൽ നമ്മൾ തരുന്നുണ്ട്. ഇവിടെ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം 4,140 രൂപ പ്രോഫിറ്റ് തരുന്ന ട്രേഡ്സ് വരെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം കാണാം 502. ഇത് LTP ആണ് കേട്ടോ, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള LTP ആണ്. എനിക്ക് തോന്നുന്നു താഴോട്ട് വരുമ്പോൾ ഇതെല്ലാം ഇൻ ദ മണി ആണ്. ഇത് കണ്ടില്ലേ, എല്ലാം ഇൻ ദ മണിയിലോട്ടാണ് കൂടുതൽ വരുന്നത്. നമുക്കറിയാം ഇൻ ദ മണി എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് വരിക. അതിനനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. നിങ്ങൾക്ക് മാക്സിമം ഇവിടെ ഈ ട്രേഡിൽ തന്നെ കാണാം. ഈ ബുൾ കോൾ സ്പ്രെഡിൽ മാക്സിമം 4.6K പ്രോഫിറ്റും ലോസ് വരികയാണെങ്കിൽ 2,800 രൂപയെ മാക്സിമം ലോസ് വരുള്ളൂ. ഇത്തരത്തിലൊരു പ്രീ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും യൂസ് ആവണമെന്നില്ല. ഇപ്പം നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി ഇൻസ്റ്റാ ഓപ്ഷൻ യൂസ് ചെയ്ത് ട്രെൻഡും ഫൈൻഡ് ചെയ്യാം. അതായത് ട്രെൻഡിങ് ഓയിൽ വന്ന് നിങ്ങൾക്ക് ട്രെൻഡും ഫൈൻഡ് ചെയ്യാം. ട്രെൻഡ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ പോയി ഫൈൻഡ് സ്ട്രാറ്റജിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിച്ച ട്രെൻഡ് കൊടുത്ത് നിങ്ങൾക്ക് ആ ഓർഡർ എക്സിക്യൂട്ടും ചെയ്യാം. നോർമൽ ആൾക്കാർക്കും വരുന്ന കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് സ്ട്രൈക്ക് പ്രൈസ് എടുക്കണം, അല്ലെങ്കിൽ ഹെഡ്ജിങ് ചെയ്യുമ്പോൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യണം, ഏത് സ്ട്രൈക്ക് പ്രൈസ് സെല് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പുട്ട് ഓപ്ഷൻ സൈഡിലോട്ട് പോകണോ, ഇൻ ദ മണി പോകണോ, അറ്റ് ദ മണി പോകണോ. ഇത്തരത്തിലുള്ള എല്ലാ ഡൗട്ട്സും എലിമിനേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഇൻസ്റ്റാ ഓപ്ഷൻ ചെയ്യുന്നത്. സോ ഒരു ബിഗിനർ ആണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ എങ്ങനെയാണ് ഏത് സ്ട്രൈക്ക് പ്രൈസ് എടുക്കാമെന്നോ അറിയാത്തവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാ ഓപ്ഷൻസ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഓർക്കിയിലോട്ട് ഇൻസ്റ്റാ ഓപ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ എടുത്ത ഈ ഇൻസ്റ്റാ ഓപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലാസ്റ്റ് Q&A സെഷനിൽ ഞാൻ ക്ലിയർ ചെയ്യുന്ന വരുന്നതായിരിക്കും. ബേസിക്കലി ഇൻസ്റ്റാ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നു, ട്രെൻഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫൈൻ സ്ട്രാറ്റജിയിൽ പോയി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൊടുത്ത് ഓൾറെഡി പ്രീ സെറ്റ് ആയിട്ടുള്ള കുറച്ച് ബാസ്ക്കറ്റ്സ്, അതായത് ഒരു ബൈ ഓർഡർ സെൽ ഓർഡർ ആണ് ഒരു ബാസ്ക്കറ്റ് വരുന്നത്. ആ ബാസ്ക്കറ്റ് അനലൈസ് ചെയ്യുന്നു.
അത് അനലൈസ് ചെയ്ത് എനിക്ക് മാക്സിമം എത്ര പ്രോഫിറ്റ് വരും, മാക്സിമം എത്ര ലോസ് വരുന്ന ഡിറ്റർമൈൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇൻസ്റ്റ ഓപ്ഷനിലൂടെ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓർക്ക് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾക്ക് ട്രേഡിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റ ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇനി മൂന്നാമത് വരുന്ന സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുക. ഞാൻ അതിലോട്ട് പോവാം. ഈ ക്വാണ്ട്മാനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ലാസ്റ്റ് Q&A സെഷനിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ക്വാണ്ട്മാൻ നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മൂന്നാമത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ക്വാണ്ട്മാൻ. ക്വാണ്ട്മാനും നമ്മൾ എൻറിച്ച് വഴി തന്നെയാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ID പാസ്വേഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. ക്വാണ്ട്മാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. 100% ഓട്ടോമേഷൻ വഴി പ്രോസസ് ആവുന്ന ഒരു ട്രേഡ്സ് ആണ് നമുക്ക് ക്വാണ്ട്മാൻ വഴി കിട്ടുന്നത്. ഇതാണ് ക്വാണ്ട്മാൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. സോ ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങൾക്ക് ഡെമോ തരാനൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു തരാനാണുള്ളത്. ക്വാണ്ട്മാൻ ഇസ് എൻ ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഇപ്പം നമ്മൾ നോർമൽ മനുഷ്യന്മാരാണല്ലേ, നമ്മൾക്ക് ജോലി ഉണ്ടാവും, രാവിലെ എണീച്ച് ജോലിക്ക് പോവും, വൈകുന്നേരം ഓഫീസ് വിട്ട് വരും. പക്ഷെ നമുക്ക് എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് നമ്മളുടെ സാലറിയുടെ കൂടെ തന്നെ ചെറിയൊരു ഏണിങ്സ് ആണ് ട്രേഡിംഗ് വഴി വരുന്നത്. പക്ഷെ ഒരു ട്രേഡർക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് മാർക്കറ്റ് ഫുൾ ടൈം വാച്ച് ചെയ്യണം, മാർക്കറ്റിൽ വരുന്ന ന്യൂസസ് അറിയണം, അതിൽ വരുന്ന ചേഞ്ചസ്, ഇപ്പോൾ വോള്യൂം എത്ര വരുന്നുണ്ട്, FII ഉണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്ത് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, ഇവർ ബൈ ആണോ കൂടുതൽ ചെയ്യുന്നത്, സെല്ലാണോ കൂടുതൽ ചെയ്യുന്നത്, എന്തെങ്കിലും മേജർ ഗ്ലോബൽ ന്യൂസസ് ഉണ്ടോ, ഇപ്പോൾ ഗോൾഡിന്റെ വില കൂടുന്നുണ്ടോ, ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നുണ്ടോ, ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം സ്ഥിരമായിട്ട്. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ട്രേഡ് ചെയ്യാനും ആ ട്രേഡ്സ് പ്രോഫിറ്റബിൾ ആക്കാനും നമുക്ക് പറ്റുള്ളൂ. പക്ഷേ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഡെയിലി വർക്കിന് പോകുന്നവർക്ക്, ഇപ്പം എൻ്റെ കേസ് തന്നെ എടുക്കാം, ഞാൻ എൻട്രിസിലൊരു ട്രെയിനറാണ്. എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ട്രെയിനിങ് തരാനാണ് ഇപ്പം എൻ്റെ ജോലി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാനോ ഈ ന്യൂസസ് വാച്ച് ചെയ്യാനോ സമയം ഉണ്ടാവില്ല. എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളിൽ പകുതി മുക്കാൽ ആൾക്കാരും. പക്ഷെ എങ്ങനെ ഇവർക്ക്, അതായത് ഇത്രയും ലിമിറ്റഡ് ടൈം ഉള്ളവർക്ക് എങ്ങനെ ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റബിൾ ആവാം, അങ്ങനെയാണ് നമ്മുടെ ആൽഗോ ട്രേഡിങ് വരുന്നത്. ആൽഗോ ട്രേഡിംഗ് എന്ന് വെച്ചാൽ 100% റോബോട്ട് ട്രേഡിംഗ് ആണ്. ബട്ട് റോബോട്ട് എന്ന് വെച്ചാൽ റോബോട്ട് തന്നെ ഒരു ട്രേഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. നിങ്ങൾ ബേസിക്കലി ഒരുപാട് പേര് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും, സപ്പോർട്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും, മൂവിങ് ആവറേജ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം. സൂപ്പർ ട്രെൻഡ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ട്രെൻഡ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാണ്. ഈ സൂപ്പർ ട്രെൻഡ് നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. സൂപ്പർ ട്രെൻഡ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കൊരു 10,2 ആക്കാം. ഓക്കെ, ക്യാൻഡിൽ ഞാൻ 3 മിനിറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ സൂപ്പർ ട്രെൻഡ് ഒരുപാട് മാറിയിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി സൂപ്പർ ട്രെൻഡിന്റെ ഇൻഡിക്കേഷൻ എന്താ, മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നൊരു ഇൻഡിക്കേഷൻ ആണ് സൂപ്പർ ട്രെൻഡ് തരുന്നത്. അപ്പോൾ സൂപ്പർ ട്രെൻഡ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൂപ്പർ ട്രെൻഡ് ഈ ഗ്രീൻ ലൈൻ ആണ് സൂപ്പർ ട്രെൻഡിന്റെ ലൈൻ, ബെയറിഷ് ആവുമ്പോൾ റെഡ് ലൈൻ ആവും. അപ്പോൾ ഗ്രീൻ ലൈനിന്റെ മുകളിൽ വരുമ്പോൾ ഞാൻ ട്രേഡ് എടുക്കും എന്ന് ഫിക്സ് ചെയ്യുന്നവരാണ് സൂപ്പർ ട്രെൻഡ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർ. അപ്പോൾ ഞാൻ ഗ്രീൻ ലൈനിന്റെ മുകളിൽ വരുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. എപ്പോൾ ഈ സൂപ്പർ ട്രെൻഡിൽ ട്രെൻഡ് ചേഞ്ച് ആവുന്നോ അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സൂപ്പർ ട്രെൻഡ് ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുക. പക്ഷേ നമുക്ക് ഇതിനെല്ലാത്തിനും സമയമുണ്ടോ? ഫുൾ ടൈം സൂപ്പർ ട്രെൻഡ് നോക്കി കറക്റ്റ് സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ വന്ന് അടുത്ത സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് സൂപ്പർ ട്രെൻഡിന്റെ താഴെ വരുമ്പോൾ തന്നെ എക്സിക്യൂട്ട് ചെയ്താൽ അതിനുള്ള സമയം നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. നമ്മളിപ്പോൾ ചാർട്ടിൽ തന്നെ നോക്കിയിരുന്നാൽ പോലും നമുക്ക് റൈറ്റ് എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് കിട്ടിയെന്ന് വരില്ല. ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ റോബോട്ട് ട്രേഡിംഗ് വരുന്നത്. നമ്മൾ റോബോട്ടിനോട് പറയാണ്, ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ഈ നിഫ്റ്റി സൂപ്പർ ട്രെൻഡ് എന്നുള്ളൊരു ഇൻഡിക്കേറ്ററിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് വരികയാണെങ്കിൽ എനിക്ക് കോൾ ഓപ്ഷൻ ബൈ നടക്കണം. ആ സൂപ്പർ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന ഉടനെ
കോൾ ഓപ്ഷൻ. ആ കോൾ ഓപ്ഷനിന്റെ ട്രേഡ് എക്സിറ്റ് ആവണം എന്ന് നമ്മൾ റോബോട്ടിനോട് സെറ്റ് ചെയ്യാണ്. റോബോട്ടിനാണെങ്കിൽ വേറെ ഒരു പണിയില്ല, ട്രേഡ് ചെയ്യുക മാത്രമാണ്. നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു റോബോട്ടിന് വരുന്ന ജോലി. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇൻഡിക്കേറ്റേഴ്സിനെക്കാട്ടിലും ഈ ഇൻഡിക്കേറ്റേഴ്സ് വഴി ചെയ്യുന്ന ട്രേഡ്സിന്റെ എക്സിക്യൂഷൻ ആണ് മേജർ ആയിട്ട് പ്രോഫിറ്റിലോട്ടും ലോസിലോട്ടും നമ്മൾ എത്തിക്കുന്നത്. സൂപ്പർ ട്രെൻഡ് 10,2 തന്നെ എടുക്കാം. നിങ്ങൾ പാസ്റ്റ് ഒരു വർഷമായിട്ട് ഒരു 365 ദിവസങ്ങളിൽ 200 ട്രേഡിംഗ് ഡേയിലും 200 ദിവസവും 100% ഈ സൂപ്പർ ട്രെൻഡ് മാത്രം ബേസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. 100% ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഞാൻ ഇന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണല്ലോ ട്രേഡ് ചെയ്യുന്നത്, എനിക്ക് പ്രോഫിറ്റബിലിറ്റി ഇല്ലല്ലോ. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാണ് എൻട്രി, പിന്നെ ഒന്ന് എക്സിറ്റ്. നിങ്ങൾക്ക് കറക്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ട്രെൻഡ് തന്നെ എടുക്കാം. സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് അടുത്ത സെക്കൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ എൻട്രി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും ഓക്യുപ്പൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം സ്ലോ ആവും, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആ പ്രീമിയം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരിക്കൽ നമ്മൾ റോബോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു വീഴ്ച ഉണ്ടാവില്ല. കറക്റ്റ് സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഉടനെ നമ്മുടെ ബൈ എക്സിക്യൂട്ട് ആവും. പിന്നെ തെറ്റ് നമ്മൾ സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു, നമ്മൾ മാനുവലായിട്ട് ചെയ്യാണ്, സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഈ കേസ് തന്നെ എടുക്കാം. ഇതിപ്പോ സൂപ്പർ ട്രെൻഡിന്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ട്രേഡ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 30 പോയിന്റ് 40 പോയിന്റ് അല്ലെങ്കിൽ ഒരു 60 പോയിന്റ് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷനിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ തന്നെ നമ്മുടെ കൈ വിറയ്ക്കാൻ തുടങ്ങും. ശരിയല്ലേ? അയ്യോ 100 പോയിന്റ് പ്രോഫിറ്റ് വന്നു, എക്സിറ്റ് ആവാം. നമ്മൾ ചിലപ്പോൾ ട്രയൽ ചെയ്യുന്നുണ്ടാവും, എന്നാലും നമ്മൾ ട്രയൽ ചെയ്ത് അടുത്ത സെക്കൻഡ് ഇത് എക്സിറ്റ് ആവും. അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എത്രയും കണ്ടാൽ നമ്മുടെ എമോഷൻസ് കാരണം നമ്മൾ എക്സിറ്റ് ആവും. എന്നിട്ട് എന്ത് സംഭവിക്കും? മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോകും. ഈ ഒരു കേസിൽ മാർക്കറ്റ് പിന്നെയും മുകളിലോട്ടാണ് പോയിട്ടുള്ളത്. കണ്ടില്ലേ? മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ 100 രൂപയിൽ കട്ട് ചെയ്ത പ്രീമിയം 200, 250, 300, 450, 500 വരെ പോകും. അപ്പൊ നമ്മൾ എന്താണ്? നമുക്ക് സങ്കടമാണ്. ഇത് ഒരുപാട് ട്രേഡേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാണ് നമ്മുടെ റോബോട്ട്. റോബോട്ടിന് ഒരിക്കലും എമോഷൻസ് ഇല്ല. റോബോട്ടിന് പ്രോഫിറ്റും ലോസും എത്രയാണെന്ന് അറിയണ്ട. റോബോട്ടിന് കൊടുത്ത ജോലി സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ വരുമ്പോൾ ബൈ ചെയ്യുക, സൂപ്പർ ട്രെൻഡ് തിരിച്ച് താഴോട്ട് ക്രോസ് ചെയ്ത് ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ അത് എക്സിറ്റ് ചെയ്യുക. ഈ ട്രേഡ് ഒരു റോബോട്ടാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന് വെക്കുക. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ സൂപ്പർ ട്രെൻഡിന്റെ മുകളിലാണ്. ഇവിടെ നിന്ന് തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ആയി, ഇവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിക്യൂട്ട് ആയി. ഇത് വേറൊരു കേസ് തന്നെ എടുക്കാം. ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ആയ ഓർഡർ നിങ്ങൾ മാനുവലായിട്ട് ചെയ്താണെങ്കിൽ എന്താണ് അവസ്ഥ? ഇത്രയും താഴെ വന്ന ഉടനെ നിങ്ങൾ ലോസ് കണ്ട് പേടിച്ച് ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടും, അല്ലെങ്കിൽ മാനുവലായിട്ട് കട്ട് ചെയ്യും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ഇമ്മിണി ലോസ് വന്നിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ എമോഷൻ കാരണം നമ്മൾ ഇത് കട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. നമ്മൾ സൂപ്പർ ട്രെൻഡിന് താഴെ ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യോ? നിങ്ങളൊരു പകുതി പേരും ഈ സൂപ്പർ ട്രെൻഡിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യില്ല. സൂപ്പർ ട്രെൻഡോ എന്തോ ആവട്ടെ, ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യും, എനിക്ക് അത്രയും ലോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യും. സെയിം നമ്മുടെ റോബോട്ട് ആണെങ്കിൽ ചെയ്തിട്ടുണ്ടാവോ? ഒരിക്കലും ഇല്ല. ഈ സൂപ്പർ ട്രെൻഡിന്റെ താഴെ ഇത് ക്ലോസ് ചെയ്യുന്ന വരെ റോബോട്ട് കട്ട് ചെയ്യില്ല. ഇവിടുന്ന് ഹോൾഡ് ചെയ്യും. ഇവിടുന്ന് പ്രോഫിറ്റ് വന്ന് ഇവിടെ പോലും സൂപ്പർ ട്രെൻഡിന്റെ അടുത്ത് വന്നു, പക്ഷെ താഴെ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് റോബോട്ട് ഇവിടെ കട്ട് ചെയ്യില്ല. സെയിം ഹോൾഡ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് വന്ന് മാനുവൽ ട്രേഡ്സിൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. റോബോട്ട് അവിടെയും ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. സൂപ്പർ ട്രെൻഡ് തന്നെ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഈ ഒരു പൊസിഷനിലാണ് നിങ്ങളുടെ ഓർഡർ കട്ടായിട്ടുണ്ടാവുക. എവിടെയാണ്? ഇവിടെയാണ് സൂപ്പർ ട്രെൻഡിന്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 21,800. നോർമലി നമ്മൾ മാനുവലി എടുത്ത ട്രേഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെക്കാളും ഓൾമോസ്റ്റ് 32 പോയിന്റ് നിഫ്റ്റി മോളിലാണ് റോബോട്ട് വഴി നമ്മൾ ട്രേഡ് ചെയ്തതാണെങ്കിൽ. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 32 പോയിന്റ് മോളിലുള്ളപ്പോഴാണ് കട്ടായിട്ടുണ്ടാവുള്ളൂ. അതും ഇവിടെ കട്ട് ചെയ്താണെങ്കിൽ. നോർമലി നമ്മൾ ഈ ലോസ് കണ്ടതാണെങ്കിൽ എന്താണ്? ഈ ലോസിൽ നമ്മൾ ഇവിടെ ഈ ലോസിൽ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ? ഇത്രയും ലോസ് വന്നാൽ. സെയിം സ്ഥാനത്ത് റോബോട്ട് ആണെങ്കിലോ മാക്സിമം ഈ സൂപ്പർ ട്രെൻഡിന് താഴെ ക്ലോസ് ചെയ്തു എന്നുള്ളൊരു കൺഫർമേഷൻ വരാതെ കട്ട് ചെയ്യില്ല. ബിക്കോസ് ഓൺലി വൺ റീസൺ, റോബോട്ടിന് ഇമോഷൻസ് ഇല്ല. റോബോട്ട് പ്രോഫിറ്റ് നോക്കുന്നില്ല, ലോക്സ് നോക്കുന്നില്ല. നമ്മൾ കൊടുത്ത സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ?
നമ്മുടെ പ്ലാൻ 100% എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് മാത്രമേ റോബോട്ട് നോക്കുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കഴിഞ്ഞ് പിന്നെയും ഇവിടെ ഓൾമോസ്റ്റ് 12:48 രണ്ടാമത് സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഓക്കെ മാനുവൽ ആണെങ്കിൽ സൂപ്പർ ട്രെൻഡിന് മുകളിൽ ക്ലോസ് ചെയ്തു, ബുള്ളിഷ് ആണ്, നമ്മൾ എൻട്രി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും? മാനുവൽ ട്രേഡ് ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ, അതായത് നിഫ്റ്റി ഓൾമോസ്റ്റ് ഇത്ര പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യും. മാക്സിമം മുകളിൽ പോയിട്ടുണ്ട്, നിങ്ങൾ ഒരു 50 പോയിന്റ് 20 പോയിന്റ് പ്രോഫിറ്റ് കാണുമ്പോൾ അപ്പം തന്നെ എക്സിറ്റ് ചെയ്യും. അതേ സ്ഥാനത്ത് നിങ്ങൾ 1000 ക്വാണ്ടിറ്റി ഒക്കെയാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 30 പോയിന്റ് പോലും പോണ്ട, 10 പോയിന്റിൽ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യും. പക്ഷെ റോബോട്ട് എന്താ ചെയ്തിട്ടുണ്ടാവുക? റോബോട്ട് ഇവിടെ നിന്ന് എക്സിറ്റ് ആവില്ല, തിരിച്ച് താഴെ വരുമ്പോൾ എക്സിറ്റ് ആവോ? ഇല്ല. എന്തുകൊണ്ടാണ്? സൂപ്പർ ട്രെൻഡിന്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല, പ്ലാൻ പ്രകാരം എക്സിറ്റ് വന്നിട്ടില്ല. അതേത് മാക്സിമം മൂവ്മെന്റ് വന്ന് ഈ ഒരു ഏരിയയിലെ റോബോട്ട് എക്സിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ, സൂപ്പർ ട്രെൻഡിന്റെ താഴെ ക്ലോസ് ചെയ്ത സമയത്ത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എത്ര പോയിന്റ് കവർ ചെയ്തു? ഇവിടെയും ഓൾമോസ്റ്റ് 33 പോയിന്റ്സ് പെർഫെക്റ്റ് എൻട്രിയിലും പെർഫെക്റ്റ് എക്സിറ്റിലും നമ്മൾ കവർ ചെയ്തു. മനസ്സിലായില്ലേ? ഇതാണ് റോബോട്ട് ട്രേഡിംഗ് എലിമിനേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് എൻട്രി എക്സിറ്റ്. ഇപ്പൊ ഈ സ്ഥാനത്ത് തന്നെ നമ്മൾ എൻട്രി എടുക്കാൻ നമ്മൾ അവൈലബിൾ അല്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, ലോഗൗട്ട് ആയി പോയി, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയാൽ ഈ എൻട്രി നടക്കുമോ? നടക്കില്ല. റോബോട്ട് ആണെങ്കിലോ, റോബോട്ട് ഫുൾ ടൈം ഓൺലൈൻ ആണുള്ളത്. സൂപ്പർ ട്രെൻഡിന് മുകളിൽ ക്ലോസ് ചെയ്ത് അടുത്ത സെക്കൻഡ് റോബോട്ട് എൻട്രി എടുത്തിരിക്കും. എക്സിറ്റ് ആണെങ്കിലോ സെയിം ആണ്. ഈ ഒരു എക്സിറ്റിൽ റോബോട്ട് കറക്റ്റ് എക്സിറ്റ് എടുത്തു. എക്സിറ്റ് എടുത്ത് അടുത്ത സെക്കൻഡ് തന്നെ പിന്നെയും ഇത് സൂപ്പർ ട്രെൻഡിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, അടുത്ത എൻട്രി എടുത്തു. മനസ്സിലായോ? റോബോട്ട് രണ്ടാമത് എൻട്രി എടുത്തു സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ. ആ എൻട്രിയിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് വന്നിട്ടുള്ളത്? സിമ്പിളായി നോക്കുകയാണെങ്കിൽ പിന്നെയും ഒരു 28 പോയിന്റ്സ്, 30 തന്നെ വെക്കാം, പിന്നെയും 30 പോയിന്റ്സ്. ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ റോബോട്ട് സൂപ്പർ ട്രെൻഡ് മാത്രം ഫോളോ ചെയ്തിട്ട് എത്ര പോയിന്റ്സ് ആണ് സ്പോട്ടിൽ എടുത്തിട്ടുള്ളത്? 30. ആദ്യത്തെ ട്രെയിലിൽ 33, രണ്ടാമത്തേൽ 30, മൂന്നാമത്തെ ലെഗിൽ 30. ഓൾമോസ്റ്റ് 90 പോയിന്റ്സ് ആണ് സ്പോട്ടിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഇതൊരു അത്യാവശ്യം ഇൻ ദ മണി ഉള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇതിലെല്ലാം ട്രേഡ് നടന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 50, 60, 70 പോയിന്റ്സോളം നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. അതിലും നിങ്ങൾ 1 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാതെ, ഒരു എൻട്രി എക്സിറ്റ് പോലും തെറ്റാതെ, നിങ്ങളുടെ ടൈം ഒട്ടും ചെലവഴിക്കാതെയാണ് ഈ ട്രേഡ്സ് എല്ലാം നടന്നിട്ടുള്ളത്. ഞാൻ സൂപ്പർ ട്രെൻഡ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏത് ഇൻഡിക്കേറ്റർ വേണമെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഏത് ഇൻഡിക്കേറ്റർ വേണമെങ്കിലും ആഡ് ചെയ്ത് ആ ഇൻഡിക്കേറ്ററിൽ എന്ത് ഇൻഡിക്കേഷൻ വരുമ്പോഴാണ് ബൈ നടക്കേണ്ടത്, സെല്ല് നടക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാം. ഒരു 2 മിനിറ്റ്സ് കേട്ടോ. സോറി, ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. സോ സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്റർ അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ പിവറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ പിവറ്റ് പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂപ്പർ ട്രെൻഡ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിവറ്റിൽ തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ പിവറ്റും വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നിങ്ങൾ സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇത് റെസിസ്റ്റൻസ് 3 ആണ്. സോ ഈ റെസിസ്റ്റൻസ് 1ലാണ് കറക്റ്റ് കണ്ടില്ലേ? ഈ ഒരു പിവറ്റ് പോയിന്റിലാണ് മാർക്കറ്റ്, ഇപ്പോൾ പിവറ്റ് പോയിന്റിൽ നിന്നാണ് കയറിപ്പോയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ റോബോട്ടിൽ സെറ്റ് ചെയ്യാണ്, എനിക്ക് ഒരു പിവറ്റ് പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ബൈ എടുക്കണം, കോൾ ഓപ്ഷൻ ബൈ എടുക്കണം എന്ന് സെറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് നടക്കും? ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കോൾ ഓപ്ഷൻ ബൈ നടക്കും. എന്നിട്ട് നിങ്ങൾ എക്സിറ്റ് സ്ട്രാറ്റജിയും സെറ്റ് ചെയ്യാണ്. സെയിം ഒരു R3 അല്ലെങ്കിൽ R4 എന്നുള്ളൊരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് എക്സിറ്റ് ആവണം. അല്ലെങ്കിൽ താഴെ വന്ന് സപ്പോർട്ടിന്റെ താഴെ, അല്ലെങ്കിൽ താഴത്തുള്ള പിവറ്റിന്റെ താഴെ, അത് നമുക്ക് ഈ പോയിന്റ് തന്നെ എടുക്കാം, ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് വരണം. അപ്പോൾ താഴോട്ട് വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോസും, മുകളിലോട്ട് പോയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റുമാണ് വരിക. അപ്പൊ ഇന്ന് നമുക്ക് ട്രെൻഡ് ബുള്ളിഷ് ആയതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് കോൾ ഓപ്ഷൻ ആയിരിക്കും എൻട്രി വന്നിട്ടുണ്ടാവുക. ബിക്കോസ് പിവറ്റിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. താഴെ ക്ലോസ് ചെയ്താലോ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നത് പോലെ
സെറ്റ് ചെയ്ത് വെച്ചാണെങ്കിൽ റോബോട്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടാവും. ഇതിലും നമ്മളിപ്പോൾ മാനുവൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഡൗട്ടാണ് അല്ലേ? കാരണം നമുക്ക് ഇത്രയും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ എമോഷൻസോ നമ്മുടെ കയ്യിൽ ഉണ്ടായിന്ന് വരില്ല. സെയിം റോബോട്ട് എടുത്തതാണെങ്കിലോ, റോബോട്ടിന് ഒരു കാര്യം അറിയുള്ളൂ, പിവറ്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം, അതും എക്സിറ്റും അതുപോലെ തന്നെ പിവറ്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ എക്സിറ്റ് വരണം എന്നുള്ളതാണെങ്കിൽ റോബോട്ട് പക്കയായിട്ട് മോർണിംഗിൽ തന്നെ ഈ പിവറ്റിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ എൻട്രി എടുത്ത് തിരിച്ച് ഈ പിവറ്റിന്റെ മുകളിൽ നമ്മളിപ്പോൾ R1 R2 ആണെങ്കിൽ R2ല്, R3 ആണ് സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ R3ല്, R4 ആണ് സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ R4ന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ റോബോട്ട് ആ കോൾ ഓപ്ഷൻ എൻട്രി എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് ഈ റോബോട്ടിന്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ? റോബോട്ട് ട്രേഡിങ്ങും മാനുവൽ ട്രേഡിങ്ങും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായല്ലോ? മാനുവൽ ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക? ഇൻഡിക്കേറ്റേഴ്സും പിവറ്റ്സും മൂവിങ് ആവറേജസും വെച്ച് ട്രേഡ് ചെയ്യും. പക്ഷേ നമ്മുടെ എമോഷൻ നമ്മളുടെ എൻട്രി എക്സിറ്റിനെ ബാധിക്കും. നമ്മളുടെ ടൈമിംഗ്, വർക്ക് ടൈമോ അവൈലബിൾ ടൈമോ എൻട്രി എക്സിറ്റിനെ ബാധിക്കും. അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് വരുന്നതും ലോസ് വരുന്നതും വ്യത്യാസം ഉണ്ടാവും. മാനുവലായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ലോസിന്റെ കേസ് തന്നെ വെക്കാം. നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ നമ്മൾ ഇത്രയും ഉറപ്പിച്ചിട്ടായിരിക്കും തുടങ്ങുക. ഞാൻ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കട്ട് ചെയ്തിരിക്കും, 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കട്ട് ചെയ്തിരിക്കുന്ന 100% ഷോർട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അത് ഒരു 5 പോയിന്റ് താഴെ വരുമ്പോൾ നമ്മൾ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസിന് 15 ആക്കും. ഒരു 10 പോയിന്റും കൂടെ വരും, നമ്മൾ ആ 15നെ 18 ആക്കും, 20 ആക്കും. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് താഴോട്ട് കൊണ്ടുവന്നേയിരിക്കും. സെയിം നമ്മൾ ടാർഗറ്റിൽ ചെയ്യോ? ഇല്ല. ടാർഗറ്റ് നമ്മൾ എത്രയും വേഗം ബുക്ക് ചെയ്യാൻ നോക്കും, മാർക്കറ്റിന് റിവേഴ്സ് ആയാലോ എന്ന് പറഞ്ഞിട്ട്. മാർക്കറ്റ് ഇനി തിരിഞ്ഞാലോ, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇനി തിരിഞ്ഞ് മുകളിൽ വന്നാലോ, അല്ലെങ്കിൽ മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് തിരിച്ച് താഴെ വന്നാലോ എന്നുള്ള പേടി കാരണം മാത്രം എക്സിറ്റ് ചെയ്ത് ലോസ് വരുത്തുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇന്നത്തെ വെബിനാറിൽ എനിക്ക് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇതങ്ങനെയാണ്. 100 പേര് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുക. മാനുവൽ ട്രേഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 100ൽ ഓൺലി 1% ഓഫ് എ ട്രേഡർ ഹൂ ഇസ് ഡൂയിങ് മാനുവലി ഈസ് പ്രോഫിറ്റബിൾ. ആ 1% പോലും 6, 7, 8 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ഞാൻ പറഞ്ഞ എല്ലാ എമോഷണൽ ട്രേഡിങ്ങും എൻട്രി എക്സിറ്റും പഠിച്ച് മിസ്റ്റേക്സ് പഠിച്ച് അതിൽ നിന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും അവർ. അതുകൊണ്ട് എന്താ, അവർക്ക് കാര്യങ്ങൾ അറിയാം, അവർക്ക് റോബോട്ടിന്റെ ആവശ്യം വന്നില്ലായിരിക്കാം. പക്ഷേ ബാക്കിയുള്ള 99% പേർക്കും, the rest of the 99% people will be profitable if they are using a robot trading platform. അവർ റോബോട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇതിൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ പറയും ഒരുപാട് റോബോട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, എന്തുകൊണ്ട് എൻറിച്ചിലെ ക്വാന്റ്മാൻ എന്ന് നമ്മൾ യൂസ് ചെയ്യണം? അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, റോബോട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഒരുപാട് ഉണ്ടാവും. പക്ഷേ 7 വർഷത്തെ, അതായത് പ്രീവിയസ് ആയിട്ടുള്ള 7 ഇയേഴ്സിന്റെ ബാക്ക് ടെസ്റ്റിംഗ്, നിങ്ങളൊരു സ്ട്രാറ്റജി ഇട്ട് കൊടുത്തു, സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം, എക്സിറ്റ് ആവണം, അങ്ങനെ അത് ഇത് എന്ന് പറഞ്ഞ് സ്ട്രാറ്റജി ഇട്ട് കൊടുത്തു. അത് പ്രോഫിറ്റബിൾ ആണോ ഇല്ലയെന്ന് നമ്മൾ അറിയണ്ടേ? അതിനെന്താണ് ബാക്ക് ടെസ്റ്റ്. കഴിഞ്ഞ 7 വർഷത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് ക്വാന്റ്മാൻ തരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രാറ്റജി ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്തൊരു ഇതാണ് നിങ്ങൾക്ക് കാണുന്നത്. ജസ്റ്റ് ഒരു 10 20 ദിവസമാണ് ഈ സ്ട്രാറ്റജി ഒരു 20 ദിവസം റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജിയുടെ പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? ഇത് വെറും ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒരു സൂപ്പർ ട്രെൻഡ് കൊടുത്ത് ഇട്ടു എന്നേ ഉള്ളൂ, കസ്റ്റമേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ട്. സെയിം 7 വർഷത്തെ ബാക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്തതുപോലെ, ഇത് 30 ദിവസത്തെയാണ്, ഇതേത് നിങ്ങൾക്ക് 7 വർഷത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ പിവറ്റ് ഇട്ടു, ഈ പിവറ്റ് ബേസ് ചെയ്ത് പിവറ്റിന്റെ ഇത്ര പോയിന്റ് വരുമ്പോൾ എൻട്രി എടുത്ത് ഇത്ര പോയിന്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്താൽ കഴിഞ്ഞ 7 വർഷം ഞാൻ ഈ സ്ട്രാറ്റജി റൺ ചെയ്തതാണെങ്കിൽ എനിക്ക് എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും, എത്ര ലോസ് വന്നിട്ടുണ്ടാവും, അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അല്ലാതെ സ്ട്രാറ്റജി വന്നു ഇനി നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ബാക്ക് ടെസ്റ്റ് ഫീച്ചർ നിങ്ങൾക്ക് വേറെ ഒരു ആൽഗോ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ അല്ല. ഉണ്ടാവാം, പക്ഷെ മാക്സിമം 30 days അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ 2 months ബാക്ക് ടെസ്റ്റേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞ 7 വർഷത്തെ ബാക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാന്റ്മാൻ മാത്രമാണ്. അതിലും
മൈ സ്ട്രാറ്റജീസിൽ ഒരു ക്രിയേറ്റ് സ്ട്രാറ്റജി പോയാൽ സിമ്പിൾ കാര്യങ്ങളെ ഇവിടെ ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് നമ്മളിപ്പോ ബാസ്ക്കറ്റ്സിൽ സിംഗിൾ ഗ്രൂപ്പ് ടൈപ്പ് കൊടുത്തു. ഇൻസ്ട്രുമെന്റ് നമ്മൾ സിമ്പിളായി അടിച്ചു കൊടുത്തു. ഇൻസ്ട്രുമെന്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇൻസ്ട്രുമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ക്യാൻഡിൽ വേണോ ഹൈക്കിനാഷി ക്യാൻഡിൽ വേണോ എന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ ഓൾറെഡി കറണ്ട് 3 മിനിറ്റ് ക്യാൻഡിലാണ്, 5 മിനിറ്റ് ക്യാൻഡിലാണ്. ഞാൻ ഇതിനെ 3 മിനിറ്റ് ക്യാൻഡിലാക്കുന്നു. 3 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജി, അതായത് സൂപ്പർ ട്രെൻഡിന്റെ സ്ട്രാറ്റജി. നെയിം ഓക്കെ, അത് തന്നെ ഇരുന്നോട്ടെ. സേവ് കൊടുത്തു. ഇൻഡിക്കേറ്റർ ഞാൻ ആഡ് ചെയ്യാണ്. സൂപ്പർ ട്രെൻഡ്, നമ്മൾ സൂപ്പർ ട്രെൻഡ് 10,2 ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. 10 ഇവിടെ കൊടുത്തു, 2 കൊടുത്തു. 10, സൂപ്പർ ട്രെൻഡിന്റെ ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്തു. സോ നമ്മൾ 3 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ചാർട്ട് ആഡ് ചെയ്തു. 10,2ന്റെ സൂപ്പർ ട്രെൻഡ് ആഡ് ചെയ്തു. ഇനി എൻട്രി എവിടെ വേണം, എക്സിറ്റ് എവിടെ വേണം? കണ്ടീഷൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. കറണ്ട് ക്യാൻഡിൽ 5 മിനിറ്റ് ക്ലോസ്. കറണ്ട് ക്യാൻഡിൽ 5 മിനിറ്റ് ക്ലോസ് ഈസ് എബോവ്. കറണ്ട് ക്യാൻഡിൽ 5 മിനിറ്റ് ക്ലോസ് സൂപ്പർ ട്രെൻഡിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എവിടെ എൻട്രി വേണം? സൂപ്പർ ട്രെൻഡ്. സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ ഞാൻ ഇവിടെ കണ്ടീഷൻസ് ആഡ് ചെയ്തു, സേവ് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കണ്ടീഷൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഒരു കണ്ടീഷൻ മാത്രമല്ല, നിങ്ങൾക്ക് 1-2 കണ്ടീഷൻ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന സൂപ്പർ ട്രെൻഡിന്റെ സ്ട്രാറ്റജി ഞാൻ ഇവിടെ സിമ്പിളായിട്ട് ആഡ് ചെയ്തു, സേവ് ചെയ്തു. എക്സിറ്റ് എപ്പോഴാണ് വേണ്ടത്? സെയിം എക്സിറ്റ്. കറണ്ട് ക്യാൻഡിൽ 5 മിനിറ്റ്, 5 മിനിറ്റ് ലോ ഈസ് ബിലോ, അതായത് സെയിം സൂപ്പർ ട്രെൻഡിന്റെ താഴെ ബിലോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ലോ അല്ല ഇവിടെ ക്ലോസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. 5 മിനിറ്റ് ക്ലോസ്, കറണ്ട് 5 മിനിറ്റ് ക്ലോസ് ഈസ് ബിലോ സൂപ്പർ ട്രെൻഡ്. സൂപ്പർ ട്രെൻഡിന്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സിറ്റ് വേണം. കറണ്ട് 5 മിനിറ്റ് ക്ലോസ് സൂപ്പർ ട്രെൻഡിന്റെ മുകളിലാണെങ്കിൽ ഞാൻ കോൾ ഓഫ് എൻട്രി എടുക്കും. കറണ്ട് 5 മിനിറ്റ് ക്ലോസ് താഴെയാണെങ്കിൽ ഞാനത് എക്സിറ്റ് ചെയ്യും. ഇതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള സ്ട്രാറ്റജി. സിമ്പിൾ ആണ്, ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ തന്നെ കൊടുത്തു. നിങ്ങൾക്ക് എക്സ്പയർ ഏതാണ് വേണ്ടത്? വീക്ക്ലി എക്സ്പയർ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ, വീക്ക്ലി എക്സ്പയർ കൊടുക്കാം. സ്പോട്ട് ബേസ്ഡ് ഓൺ ഇൻഡെക്സ് വേണോ പ്രീമിയം വേണോ? ഇൻഡെക്സ് കൊടുക്കാം, കാരണം ഇൻഡെക്സ് ചാർട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ട്രailing സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രailing സ്റ്റോപ്പ് ലോസ് വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. കാരണം ട്രailing സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ട്രെൻഡ് പ്രകാരം മാക്സിമം പ്രോഫിറ്റ് വരുന്നതിന് മുമ്പ് എക്സിറ്റ് ആവാം. സോ സ്ട്രാറ്റജിയിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ എപ്പോഴും നിങ്ങളോട് പറയുന്നത് സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൂപ്പർ ട്രെൻഡ് എന്നുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്യുക. അതിന്റെ മുകളിൽ ക്ലോസ് വരുമ്പോൾ മാത്രം ബൈ, അതിന്റെ താഴെ ക്ലോസ് ചെയ്താൽ മാത്രം സെൽ. അപ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുക. ട്രാൻസാക്ഷൻ ഏതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻസ് കൊടുക്കുക. കോൾ ഓപ്ഷൻ ആണ്, കാരണം സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് എൻട്രി കോൾ ഓപ്ഷൻ ആണ്. സെയിം നിങ്ങൾ സൂപ്പർ ട്രെൻഡിന്റെ താഴെ ക്ലോസ് ചെയ്താണെങ്കിൽ പൊട്ട് ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എന്തിനാണ്? കോൾ ഓപ്ഷനുള്ള സ്ട്രാറ്റജിയാണ്. സ്ട്രൈക്ക് പ്രൈസ് ATM വേണോ ITM വേണോ, ഏത് വേണമെങ്കിലും. ആദ്യത്തെ ATM, ആദ്യത്തെ ITM, അതായത് ഇന്ദമണിയുടെ ആദ്യത്തെ തൊട്ടടുത്തുള്ള ഇന്ദമണി, അതിന്റെ അപ്പുറത്തുള്ള ഇന്ദമണി, മൂന്നാമത്തെ നാലാമത്തെ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ അറ്റ് ദ മണിയാണ് ഞാൻ പ്രിഫർ ചെയ്യണമെങ്കിൽ ബെസ്റ്റ്. അറ്റ് ദ മണി കൊടുക്കുക. എത്ര ലോട്ട് വേണം? 1 ലോട്ട് വേണോ 2 ലോട്ട് വേണോ? അത് നിങ്ങളുടെ ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു 5,000, 6,000, 7,000 അല്ലെങ്കിൽ 15,000 ആണെങ്കിൽ 1 ലോട്ട് കൊടുക്കാം. അല്ല നിങ്ങൾ ഒരു 50,000, 1 lakh ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 ലോട്ട് വരെ അടിച്ചു കൊടുക്കാം. സിമ്പിൾ. ഓപ്ഷൻ ടൈപ്പിൽ ബൈ, ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ, സെല്ലിംഗ് അല്ല. ഓപ്ഷൻ ബൈയിങ് ആണ് ബെസ്റ്റ്. സെല്ലിങ്ങിലും നമുക്ക് റോബോട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം, പക്ഷേ ഇപ്പൊ കൊടുത്ത സ്ട്രാറ്റജി പ്രകാരം ഓപ്ഷൻ ബൈയിങ് ആണ് വേണ്ടത്. അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ റോബോട്ടിൽ തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്ക് ടു യുവർ പ്ലാൻ, സ്റ്റിക്ക് ടു യുവർ സ്ട്രാറ്റജി. സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ ബൈ, സൂപ്പർ ട്രെൻഡിന്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രം എക്സിറ്റ്. അത് എത്ര ടാർഗറ്റോ എത്ര സ്റ്റോപ്പ് ലോസോ ആയിക്കോട്ടെ. വേണമെങ്കിൽ ഒരു ലെഗും കൂടെ ആഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ഒരു സെയിം സമയത്ത് ഒരു ഇപ്പോൾ അറ്റ് ദ മണി സെലക്ട് ചെയ്തു, സെയിം സമയത്ത് എനിക്കൊരു ഇൻ ദ മണിയും ആവണം, ഒരു ഔട്ട് ഓഫ് ദ മണി ആവണം. അപ്പോൾ 3 ഓപ്ഷൻ നിങ്ങൾക്ക് ഒരേ സമയത്ത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണേ കൊടുക്കുന്നുള്ളൂ.
സ്ട്രാറ്റജി സ്റ്റോപ്സ് പിന്നെയും ചോദിക്കുന്നുണ്ട്. ടാർഗറ്റ് വേണോ, സ്റ്റോപ്പ് ലോസ് വേണോ, ട്രailing സ്റ്റോപ്പ് ലോസ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ കൊടുക്കാം. ഇൻട്രാഡേ ആണോ പൊസിഷനിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഇൻട്രാഡേ ആണ് കൊടുക്കേണ്ടത്. കാരണം പൊസിഷനിൽ നമുക്ക് അടുത്ത ദിവസം ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റും ലോസും നല്ലോണം ബാധിക്കും. സോ ഇൻട്രാഡേ തന്നെ മതി. ടൈമിംഗ് ഇവിടെ വേണമെങ്കിൽ മാറ്റാം. ഓൾറെഡി ഇൻട്രാഡേ 9:15 to 3:15 ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ 3:15 വരെ വേണ്ട, ഉച്ച വരെ മതിയെങ്കിൽ അതും സെറ്റ് ചെയ്യാം. പക്ഷെ ഇതിലും മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഒരു ദിവസം മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. 9:15 to 3:15 വരെ അവൈലബിൾ ആണോ, 3:15 വരെ മാക്സിമം യൂസ് ചെയ്യുക മാർക്കറ്റിൽ കേട്ടോ. പിന്നെ മാക്സിമം ട്രാൻസാക്ഷൻ പെർ ഡേ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഒരൊറ്റ ഓർഡർ പ്ലേസ് ആയാൽ മതിയെങ്കിൽ ഒന്ന് കൊടുക്കാം. പക്ഷെ അത് കൊടുക്കരുത്. മിനിമം ഒരു 20 അല്ലെങ്കിൽ 30 ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. കാരണം സൂപ്പർ ട്രെൻഡ് ഇപ്പൊ ഞാൻ ഇന്നത്തെ തന്നെ കാണിച്ചു തന്നു, നമുക്ക് 3 എണ്ണം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ഒന്ന് കൊടുത്താണെങ്കിലോ ആദ്യത്തെ മാത്രമേ എക്സിക്യൂട്ട് ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോഫിറ്റ് സാറിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 20 10 അല്ല, നിങ്ങൾക്ക് ബ്രോക്കറേജ് വരുമല്ലോ, നിങ്ങൾക്ക് ഇതിന് ബ്രോക്കറേജ് ചാർജ് ആവും. ഒരു ഓർഡറിന് വെറും 20 രൂപയെ ചാർജ് ആവുള്ളൂ. അപ്പോൾ ബൈയും സെല്ലും കൂടെ നടക്കുമ്പോൾ 40 രൂപ. നിങ്ങൾക്ക് അത്ര ബ്രോക്കറേജ് വരണ്ട, അത്ര ട്രേഡ് വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ബേസിക്കലി മോർ ദാൻ 20 ആണ് കൊടുക്കാറ്. കാരണം മാക്സിമം ബൈയും സെല്ലും ആയാലേ നമുക്ക് മാക്സിമം പ്രോഫിറ്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് റൺ ബാസ്ക്കറ്റ് എന്ന് മാത്രം റൺ ബാക്ക് ടെസ്റ്റ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ബാക്ക് ടെസ്റ്റ് റൺ ആവും. ഇത്രയും സിമ്പിൾ ആണ് ക്വാന്റ്മാൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് സ്ട്രാറ്റജി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി വാങ്ങിയിട്ട് ഇതിൽ റൺ ചെയ്യാം. എന്നിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഞാനിവിടെ റൺ ബാക്ക് ടെസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1 to 10. ഓക്കെ, ഇതിൽ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ 10 കൊടുക്കുന്നുണ്ട്. റൺ ബാക്ക് ടെസ്റ്റ് കംപ്ലീറ്റഡ്. ഇത് കണ്ടില്ലേ, ലോസ് ആണ്. ഓൾമോസ്റ്റ് ഞാൻ ഇപ്പൊ ഇട്ട സ്ട്രാറ്റജി പ്രകാരം ലോസ് ആണ് വന്നിട്ടുള്ളത്. എത്ര ലോസ് കാണിക്കുന്നത്? 17,190. ഇപ്പോ ഈ ലോസ് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യോ? ഒരിക്കലും ഇല്ല. അതാണ് ഈ ബാക്ക് ടെസ്റ്റിന്റെ ഗുണം. ഞാനിപ്പോ റാൻഡം ആയിട്ട് ഒരു സൂപ്പർ ട്രെൻഡ് പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇതിപ്പോ 2023 13 ഡിസംബർ തൊട്ട് ഡിസംബർ 13 തൊട്ട് ജാനുവരി 11 വരെയുള്ള ഡേറ്റിലെ ബാക്ക് ടെസ്റ്റ് ആണ് ഇത് നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേ തന്നെ 7 വർഷത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ 1 വർഷത്തെ ചെയ്തുള്ളൂ. എനിക്ക് 17,190 രൂപ ലോസ് ആണ് ഈ സ്ട്രാറ്റജി റൺ ചെയ്താണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ സ്ട്രാറ്റജിന് റൺ ചെയ്യോ? ഒരിക്കലും ഇല്ല. ഡിപ്ലോയ് ലൈവ് സ്ട്രാറ്റജി ലൈവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ട സ്ഥിതിക്ക് ഒരിക്കലും ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യില്ല. നിങ്ങളാണെങ്കിലും ചെയ്യില്ല. ഇതാണ് നമ്മൾ ക്വാന്റ്മാനിലൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് തരുന്നത്. നോർമലി വരുന്ന ആൽഗോ പ്ലാറ്റ്ഫോംസിലൊന്നും ഇത്രയും എക്സ്റ്റെൻഡിലുള്ള ഒരു ബാക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അവരൊരു സ്ട്രാറ്റജി തരും. ആ സ്ട്രാറ്റജിയിൽ അവർ തന്നെ ജസ്റ്റ് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ടാവും. മാക്സിമം പ്രോഫിറ്റ് ഇത്രയാണ്, ലോസ് ഇത്രയാണെന്ന് വേണമെങ്കിൽ അവർ തന്നെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് മാനുവലായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരിക്കലും തരില്ല. നമ്മൾ അതാണ് ഇവിടെ തരുന്നത്. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ഡിപ്ലോയ് കൊടുത്താൽ മതി. വ്യൂ സ്ട്രാറ്റജി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്ട്രാറ്റജിയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കോപ്പി ആൻഡ് എഡിറ്റ്, ഇതിൽ തന്നെ നമുക്ക് ചെറിയ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതിൽ എന്തൊക്കെ എഡിറ്റിംഗ് ചെയ്താൽ പ്രോഫിറ്റ് ആക്കാം, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കാം അൺടിൽ യു ഫൈൻഡ് എ ബെസ്റ്റ് സ്ട്രാറ്റജി. നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി ഫൈൻഡ് ചെയ്ത് ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവുന്നത് വരെ നിങ്ങൾക്ക് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ക്വാന്റ്മാൻ ഒരു അപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് എന്താ ചെയ്യുക? സ്ട്രാറ്റജി ഫൈൻഡ് ചെയ്യാം. സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം. അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ 7 വർഷത്തെ ബാക്ക് ടെസ്റ്റ് കേട്ടോ. 7 വർഷത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യാം. വേറൊരു പ്ലസ് പോയിന്റ് ക്വാന്റ്മാനിൽ എന്താന്ന് വെച്ചാൽ, ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഡെയിലി ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഡെയിലി രാവിലെ വന്ന് നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ട്രേഡ് എക്സിക്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കും. സൂപ്പർ ട്രെൻഡിന്റെ ഒരു ഇൻഡിക്കേറ്ററിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സമയത്തും സൂപ്പർ ട്രെൻഡിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത സ്ട്രൈക്ക് പ്രൈസിൽ, അതായത് സെലക്ട് ചെയ്ത റേഞ്ചിലെ സ്ട്രൈക്ക് പ്രൈസിൽ, സെലക്ട് ചെയ്ത റേഞ്ചിലെ പ്രീമിയത്തിൽ എത്ര ലോട്ടാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് ആ ഒരു ഓർഡർ പ്ലേസ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഓൾമോസ്റ്റ് ഞാൻ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ക്വാണ്ട്മാനിൽ വരുന്നുണ്ട്. അതായത് ബേസിക് ഇതാണ്. ഇതില്ലാതെ സ്ട്രാറ്റജിയിൽ വരുന്ന ഡീറ്റെയിൽസ്, സ്ട്രാറ്റജി ഇത്ര വർഷം റൺ ചെയ്തതാണെങ്കിൽ എത്ര ട്രേഡിലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവുക, എത്ര ട്രേഡിലാണ് ലോസ് വന്നിട്ടുണ്ടാവുക, ആ ട്രേഡ് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് പ്ലേസ് എന്നുള്ളൊരു ഇത് കാണുന്നുണ്ട്. ഈ മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് ഓൾറെഡി പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിന് എത്ര മാർജിൻ റിക്വയർഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് ഈ സ്ട്രാറ്റജി? ഓൾമോസ്റ്റ് 482 പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് 2025 പേര്, ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. 2025 പേര്, 1600 പേര് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. 50,000 ആണ് ഇതിന്റെ ക്യാപിറ്റൽ. ഇതിന് 1,20,000 വേണം ഡിപ്ലോയ് ചെയ്യാൻ. ഇതിന് വെറും 20,000 മതി. ഇതിനാകുമ്പോൾ 20,000 മതി. 20,000 ഉണ്ടെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാം. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വാണ്ട്മാനിലൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, റോബോട്ട് ട്രേഡിംഗ് അല്ലെങ്കിൽ ക്വാണ്ട്മാൻ എലിമിനേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എമോഷണൽ ട്രേഡിംഗ്, നിങ്ങളുടെ റോങ് എൻട്രി എക്സിറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം ലിമിറ്റ്. ഇത് വന്നാൽ തന്നെ ഓൾമോസ്റ്റ് വി ആർ പ്രോഫിറ്റബിൾ വിത്ത് റോബോട്ട് ട്രേഡിംഗ്. ബട്ട് ക്വാണ്ട്മാൻ അഡീഷണൽ ആയിട്ട് എന്താ തരുന്നത്? നിങ്ങൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ, കഴിഞ്ഞ ഇത്ര വർഷം റൺ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും, ലോസ് വന്നിട്ടുണ്ടാവും എന്നും കൂടെ ക്വാണ്ട്മാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഡൗട്ട്സ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഓർക്കയെ കുറിച്ച്, ഞാൻ ആദ്യം കവർ ചെയ്ത ഓർക്ക ആണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാം. ഇൻസ്റ്റ ഓപ്ഷൻ, ഞാൻ ഇൻസ്റ്റ ഓപ്ഷൻ വഴി ഓപ്പൺ ഇൻട്രസ്റ്റിൽ ട്രെൻഡ് ഫൈൻഡ് ചെയ്യാനും അതിലെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നും ഇൻസ്റ്റ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. റോബോട്ട് ട്രേഡിങ്ങിന്റെ യൂസസ് ഞാൻ നിങ്ങൾക്ക് ക്വാണ്ട്മാനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 3 ടോപ്പിക്സിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓരോരുത്തരായിട്ട് ചോദിക്കാം കേട്ടോ. ഇൻസ്റ്റ ഓപ്ഷൻ സ്ട്രാറ്റജി ഫൈൻഡറിൽ അതിൽ ഓൾറെഡി പ്രീമിയം ഉണ്ടാവും. നിങ്ങൾ ഓൾറെഡി ഒരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ ഒരു ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ എത്ര ഇത് വേണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ എങ്ങനെയാണ്? പ്രീമിയം ഇൻറ്റു ലോട്ട് സൈസ് ആണ് ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ ഇത് വരിക. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 15 ആണ്, നിങ്ങളുടെ 300 ആണ് പ്രീമിയം എങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. സ്പീഡ് കുറച്ച് പറഞ്ഞു തരാൻ പറ്റുമോ? സർ, ഷുവർ ആയിട്ടും സർ. ഞാനിപ്പോൾ 3 ടോപ്പിക്സ് ആണ് കവർ ചെയ്തത്. അതിൽ ഓരോ ടോപ്പിക്സും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ വരുന്ന ആഴ്ചകളിൽ. മലയാളത്തിൽ തന്നെ ആയിരിക്കും. ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും സാറിന് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഓരോ ടോപ്പിക്സും ആകുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം ഡിഫൈൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നതായിരിക്കും. സമീർ സർ, താങ്ക് യു. റെക്കോർഡിംഗ് അവൈലബിൾ ആണോ സുബ്രഹ്മണ്യൻ സാർ ചോദിച്ചിട്ടുണ്ട്. റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും സർ. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. So basically we need to find a strategy to use Quantman rather. അതെ സർ, ഓൾറെഡി ഏതെങ്കിലും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഇൻഡിക്കേറ്റർ വഴി സാറിന് തന്നെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി യു ആർ ക്രിയേറ്റിംഗ് എ സ്ട്രാറ്റജി. ക്വാണ്ട്മാനിൽ നമ്മളൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാണ്, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാണ് സാറിന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ അസിസ്റ്റൻസോടുകൂടെ സാർ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. Can you create a strategy based on only candles in Quantman? സർ, ക്യാൻഡിൽ മാത്രമായിട്ട് നമുക്ക് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണ്ടേ? ഇന്ന സ്ഥലത്ത് വന്നാൽ ബൈ ആവണം, ഇന്ന സ്ഥലത്ത് വന്നാൽ സെൽ ആവണം എന്ന് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കണ്ടേ? കണ്ടീഷൻസ് വേണമെങ്കിൽ നമുക്ക് സൂപ്പർ ട്രെൻഡ് പോലെ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ മൂവിങ് ആവറേജോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം സർ. യൂട്യൂബ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
സോ റെക്കോർഡായി നമ്മളത് സേവ് ചെയ്ത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പിൽ ലിങ്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് കോൾ ബാക്ക് ചെയ്താൽ അവർ തരും. ഞാനൊരു കാര്യം വിട്ടുപോയി. റോബോട്ട് ട്രേഡിങ്ങിന്റെ ഫീസ് സുനിൽ സാർ ചോദിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മളുടെ ക്വാന്റ്മാനും ഇൻസ്റ്റാ ഓപ്ഷനും നിങ്ങൾക്ക് എൻറിച്ച് തരുന്നത് കേട്ടോ. എൻറിച്ചിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓൾറെഡി ഉള്ളവരാണെങ്കിലും അവർക്കും ഫ്രീ ആണ്. അല്ല, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ജാനുവരി മന്ത് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ക്വാന്റ്മാനും ഇൻസ്റ്റാ ഓപ്ഷനും ഫ്രീ ആയിരിക്കും. ഫെബ്രുവരിയിലും നിങ്ങൾക്ക് ഒരു 90% ഫ്രീ ആയിരിക്കും. അതിനെന്തെങ്കിലും നമ്മൾ ഓഫേഴ്സ് ഒരുപാട് റൺ ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഓഫേഴ്സ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ വേണമെങ്കിൽ നിങ്ങളുടെ RMO ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ആ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കോൺടാക്ട് ചെയ്താൽ ഫെബ്രുവരിയിലും കൂടെ നമ്മുടെ ക്വാന്റ്മാൻ എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്വാന്റ്മാന്റെ പ്രീമിയം വരുന്നത് 3300 രൂപയാണ് കേട്ടോ. ഒരു മാസം 3300 രൂപയാണ് പ്രീമിയം വരുന്നത്. ആ പ്രീമിയം ആണ് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ തരുന്നത്. ജാനുവരി ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. കാർത്തിക് സാർ ചോദിച്ചിട്ടുണ്ട് കണ്ടീഷൻസ് ലൈക്ക് റേഞ്ച് ബ്രേക്ക്ഔട്ട് ബേസ്ഡ് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക്ഔട്ട് പ്രീവിയസ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ഡൗൺ. അതെ സർ, സാറിന് ഇതുപോലത്തെ കണ്ടീഷൻസും സാറിന് സ്ട്രാറ്റജിയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാർത്തിക് സാറിനോടാണ് കേട്ടോ. യു ക്യാൻ ആഡ് ദീസ് കണ്ടീഷൻസ് ഇൻ ടു യുവർ സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. ഡൗട്ട് ചോദിച്ചോളൂ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഡിയോയിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം കേട്ടോ. സർ, ബാക്ക് ടെസ്റ്റിംഗ് ഫ്രീ ആണ്. ബാക്ക് ടെസ്റ്റിംഗും ഫ്രീ ആണ്. ക്വാന്റ്മാൻ ഫ്രീ ആണ്, ബാക്ക് ടെസ്റ്റിംഗ് ഫ്രീ ആണ്. യൂസ് ചെയ്യാനും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത്. ഓഡിയോ വഴി ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ചാറ്റ് ബോക്സിൽ ആരും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്നവർക്ക് ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കറന്റ്ലി ഫ്യൂച്ചേഴ്സിനും ഓപ്ഷൻസിനും മാത്രമാണ് ക്വാന്റ്മാൻ അവൈലബിൾ ആയിട്ടുള്ളത്. കമോഡിറ്റീസിനും ഇപ്പൊ അവൈലബിൾ അല്ല. ബട്ട് വിൽ ബി ഇന്റഗ്രേറ്റിംഗ് സച്ച് സോഫ്റ്റ്വെയർസ് ഓൾസോ. കമോഡിറ്റിക്കും ഇക്വിറ്റിക്കും വേണ്ടിയിട്ടുള്ള ആൽഗോസും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഓപ്ഷൻസിനും ഫ്യൂച്ചേഴ്സിനുമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് ട്രേഡിങ്ങിനും കമോഡിറ്റിക്കും ഇപ്പൊ അവൈലബിൾ അല്ല, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ സ്ട്രാറ്റജി നിങ്ങളുടെ സൈഡിൽ നിന്നും സെറ്റ് ചെയ്ത് തരുമോ? സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്ത് തരില്ല സർ, ബട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. നമ്മൾ അതിനു വേണ്ടിയിട്ടും ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജീസും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എന്നിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്ട്രാറ്റജിയായി മാറ്റി ക്വാന്റ്മാനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങാം. സ്ട്രാറ്റജി ക്ലാസ്സസ് ആൻഡ് ഇൻഡിക്കേറ്റർ ക്ലാസ്സസ് ആർ അവൈലബിൾ. മലയാളത്തിൽ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ എടുത്തു തരും. റോബോട്ട് സെറ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ ഡെവലപ്പർ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് സൂം മീറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ എനിഡെസ്ക് കണക്ട് ചെയ്തിട്ടോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ചാർജസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് 100% ഫ്രീ ആണ്. ആദ്യത്തെ വർഷം AMC വരുന്നില്ല. അതിന്റെ കൂടെ തന്നെ ബ്രോക്കറേജ് വെറും 20 രൂപയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരു ഓർഡറിന് വെറും 20 രൂപ ബ്രോക്കറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് നിങ്ങളിപ്പോ എത്ര ചെയ്യുകയാണെങ്കിലും, നിങ്ങളിപ്പോ 1 ലോട്ട് ചെയ്യുകയാണെങ്കിലും 10 ലോട്ട് ചെയ്യുകയാണെങ്കിലും 100 ലോട്ട് ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് 20 രൂപയെ ബ്രോക്കറേജ് വരുള്ളൂ. ലൈവ് മാർക്കറ്റിൽ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ സർ, നമ്മൾ വരുന്ന ക്ലാസ്സസ് ലൈവ് മാർക്കറ്റിലും എടുത്തു തരും.
ഇപ്പൊ നമ്മൾ ലൈവ് മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് എടുത്തതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ ക്വാണ്ട്മാന് വേറെ ഇൻസ്റ്റാ ഓപ്ഷന് വേറെ നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി തമിഴിൽ ലൈവ് മാർക്കറ്റ് ക്ലാസ് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2 ദിവസം ലൈവ് മാർക്കറ്റ് ക്ലാസ് ആയിരുന്നു. ഇനി മലയാളത്തിലും നമ്മൾ എടുക്കും. യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് സർ. ഇപ്പോൾ റോബോട്ട് ട്രേഡിംഗ് ആണെങ്കിൽ സാറിന് സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് ജസ്റ്റ് എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എല്ലാ ദിവസവും ലോഗിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. യൂസ് ചെയ്യേണ്ടേ വരില്ല. സ്ട്രാറ്റജി സെറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ നിങ്ങളെ 100% അസിസ്റ്റ് ചെയ്യും. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി കാണിക്കുമോ? അടുത്ത ലൈവ് ക്ലാസ്സിൽ ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഇട്ട് കാണിക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അത് റൺ ചെയ്തും കാണിച്ചു തരാം. അടുത്ത ലൈവ് ക്ലാസ്സിൽ സ്ട്രാറ്റജി റൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഫ്രൈഡേ നമുക്ക് വീക്ക്ലി നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഡേറ്റ്സ്, ഇപ്പൊ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് മാർക്കറ്റ് ഉള്ളത്. അതിലിപ്പോ ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ നോക്കട്ടെ സർ. ഡേറ്റ് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾമോസ്റ്റ് വീക്ക്ലി 2 ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്രൈഡേ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫീമ മാഡം, ലൈവ് ക്ലാസ്സിന്റെ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഡേറ്റ് ഫിക്സ് ചെയ്ത ഉടനെ നമുക്ക് ഈ ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരും. പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്ന എല്ലാ സർവീസും ഫ്രീ ആയിട്ട് കിട്ടുക കേട്ടോ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ ചാറ്റ് ബോക്സിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഡേറ്റ് വരും സർ. വാട്സപ്പിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വാട്സപ്പിൽ മെയിൽ നോട്ടിഫിക്കേഷൻ വരും. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ KRA ഓൾറെഡി നിങ്ങളുടെ വെരിഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് ആകെ സിഗ്നേച്ചറും നിങ്ങളുടെ ബാങ്ക് പ്രൂഫും മാത്രമേ വേണ്ടി വരുള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് 5 മിനിറ്റ് എടുക്കുള്ളൂ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ്. ഞാൻ ലിങ്ക് ചാറ്റ് ബോക്സിൽ രണ്ടാമത് ഇട്ടിട്ടുണ്ട്. ലിങ്ക് വഴി നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. I will open account with Enrich. I have some idea in my mind for a strategy based on candle, but I don't know how to create it in Quantman. Will you able to guide me? Sir, 100% നമ്മളുടെ ടീം സാറിനെ ത്രൂ ഔട്ട് ഗൈഡ് ചെയ്യും. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ IT ടീമുമായിട്ട് നിങ്ങളെ ലിങ്ക് ചെയ്യും. IT ടീം നിങ്ങളെ ഗൈഡ് ചെയ്യും. ക്വാണ്ട്മാൻ ആണെങ്കിലും ഇൻസ്റ്റാ ഓപ്ഷൻ ആണെങ്കിലും ഫ്രീ ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. എനി ഡെസ്ക് കണക്ട് ചെയ്ത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സർ, കമോഡിറ്റി നമ്മളിപ്പോൾ ലിങ്ക് ചെയ്തിട്ടില്ല. കമോഡിറ്റി ആൽഗോ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. ലിങ്ക് ചെയ്ത് അടുത്ത ദിവസം തന്നെ നമ്മൾ ഇതുപോലെ വെബിനാർസ് കണ്ടക്ട് ചെയ്യും. അന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇല്ല സർ, ഒരു പാനൽ എത്ര ഡിമാറ്റ് അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇഷ്യൂസ് ഒന്നും വരുന്നില്ല കേട്ടോ. ഒരു പാനൽ എത്ര ഡിമാറ്റ് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. കുറഞ്ഞ ക്യാപിറ്റൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ച പോലെ തന്നെ 20,000 ക്യാപിറ്റലൊക്കെ വരുന്നുണ്ട്. 20,000 ട്രേഡ് ചെയ്യാം. സോഫ്റ്റ്വെയർ ചാർജസ് അതാണ് ഞാൻ ബ്രോക്കറേജ് ചാർജസ് മാത്രമേ സാറിന് വരുള്ളൂ. ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന 20 രൂപ ചാർജ് മാത്രമാണ് സാർ വരിക. പിന്നെ AMC ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ആദ്യത്തെ വർഷം ഫ്രീ ആയിരിക്കും. രണ്ടാമത്തെ വർഷം തൊട്ട് ഇയർലി വെറും 300 രൂപയെ ചാർജ് ആവുള്ളൂ. GST കൂട്ടിയിട്ട് ഒരു വർഷത്തിൽ 300 രൂപയെ ചാർജ് ആവുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അവരെ അൺമ്യൂട്ട് ചെയ്ത് തരാം. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അതുവഴി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യും അക്കൗണ്ട് ഓപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ്, നമ്മുടെ എൻറിച്ചിന്റെ വാട്സപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ആ വാട്സപ്പിൽ ചോദിക്കാം. വാട്സപ്പ് നമ്മൾ ഓൾമോസ്റ്റ് 24 hours അവൈലബിൾ ആണ് കേട്ടോ.
കോപ്പി ട്രേഡിംഗ് ഓപ്ഷൻ ആക്ച്വലി സെബി റെഗുലേഷൻസ് പ്രകാരം കോപ്പി ട്രേഡിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സെബിയുടെ റെഗുലേഷൻസ് പ്രകാരം കോപ്പി ട്രേഡിംഗ് അലൗഡ് അല്ല, ലീഗൽ അല്ല. സോ വി ആർ നോട്ട് പ്രൊമോട്ടിംഗ് ദാറ്റ്. നമ്മൾ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. സെബിയുടെ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ മാത്രം ഷെയർ ചെയ്താൽ മതി. ജസ്റ്റ് പാൻ നമ്പർ മാത്രം ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐ ഡി റിക്കവർ ചെയ്ത് തരാൻ പറ്റും സർ. പേടിക്കാനൊന്നുമില്ല. പാൻ കാർഡ് നമ്പർ നമ്മളുടെ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ജോയിൻ ചെയ്തുള്ളൂ, റെക്കോർഡിംഗ് കിട്ടുമെന്നല്ലേ? റെക്കോർഡിംഗ് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സർ. യൂട്യൂബിൽ നമ്മൾ റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് കാണാം. വിത്തിൻ ഒരു 2-3 ഡേയ്സ് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. സ്ട്രാറ്റജി അറിയാത്ത ബിഗിനേഴ്സിന് സ്ട്രാറ്റജി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. സ്ട്രാറ്റജി ക്ലാസ്സസ് മലയാളത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ട്രെൻഡ് മാത്രം ഫൈൻഡ് ചെയ്ത് പ്രീ ആയിട്ട് എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് റൺ ചെയ്യാം. അതിനാണ് നമ്മൾ ഇൻസ്റ്റ ഓപ്ഷൻസും നിങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റ ഓപ്ഷനും വെളിയിൽ പെയ്ഡ് ആണ്. ഓൾമോസ്റ്റ് 3000 റുപ്പീസ് ഇൻസ്റ്റ ഓപ്ഷന് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ പേ ചെയ്യണം. എൻറിച്ചിലാണെങ്കിൽ അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് ഞാൻ ക്ലാസ്. നിങ്ങൾ മറക്കാതെ ഇനി വരുന്ന ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങളൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ എൻറിച്ച് ഓർക്ക അല്ലെങ്കിൽ ക്വാണ്ട്മാൻ ഇൻസ്റ്റ ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങണം. യൂസ് ചെയ്യാൻ തുടങ്ങിയാലേ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് വരുള്ളൂ. ഡൗട്ട്സ് വന്നാലേ എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. സോ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞാൻ ഒന്നുകൂടെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരും. നാസർ സാർ ഒരുപാട് നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. സാറിന് വേണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അല്ലെങ്കിൽ സംസാരിക്കാനില്ലെങ്കിൽ ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിൽ. ഒരു ഡൗട്ടോട് ചോദിച്ചിട്ടുണ്ട്, ഓപ്ഷൻ ബൈയിങ് സെല്ലിങ് കമോഡിറ്റി സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? സർ സിംഗിൾ അക്കൗണ്ട് തന്നെയാണ്. സിംഗിൾ അക്കൗണ്ടിൽ സാറിന് ആവശ്യമുള്ളത് മാത്രം ആക്ടിവേറ്റ് ചെയ്താൽ മതി. ആവശ്യമുള്ള സെഗ്മെന്റ് മാത്രം ആക്ടിവേറ്റ് ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത സെഗ്മെന്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഫ്യൂച്ചറിൽ എപ്പോൾ വേണമെങ്കിലും ബാക്കിയുള്ള സെഗ്മെന്റ് റീആക്ടിവേറ്റ് ചെയ്യാം. സോ ടൈം ഓൾമോസ്റ്റ് 4:47 ആയി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിൽ. താങ്ക് യു എവറി വൺ. മറക്കാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ആർഎംസിനെ കോൺടാക്ട് ചെയ്യുക. ആർഎംസിനെ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ തികച്ചും ഫ്രീ ആയിട്ടുള്ള ക്വാണ്ട്മാനും ഓർക്കയും ഇൻസ്റ്റ ഓപ്ഷൻസും യൂസ് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരുള്ളൂ. സംശയം എല്ലാം ക്ലിയർ ചെയ്യുക. സോ താങ്ക് യു എവരി വൺ.